അപ്പോൾ നമ്മുടെ ഇന്നത്തെ Q&A സെക്ഷനിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് Q&A സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ JLA സിലബസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് Q&A ആണ്. അപ്പോൾ നമ്മൾ JLA സിലബസിൽ നമുക്കറിയാം, നമ്മൾ JLA എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ആണല്ലേ JLA. അപ്പൊ നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു ഡിസംബറോട് കൂടി തന്നെ JLAയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിനുശേഷം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കൺഫർമേഷനും അതിനുശേഷം എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം JLAക്ക് വെറും +2 മാത്രമാണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ വേറെ നമുക്ക് ബാക്കി PSC എക്സാം പോലെ നമുക്ക് ഇംഗ്ലീഷോ അതുപോലെ കറണ്ട് അഫയേഴ്സോ ജനറൽ നോളജോ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് +2 സയൻസ് അതുപോലെ തന്നെ BHC MLT-കാർക്കും എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ JLA പാർട്ട് 1 വരുന്നത് MLT ആണ്. 50 മാർക്സ് വരുന്നത് MLT സബ്ജക്ട് നിന്നാണ്. ബാക്കി 50 മാർക്കാണ് നമ്മൾ ബേസിക് +2 പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏരിയന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും JLA എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് അറിയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ, നോട്ടിഫിക്കേഷന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് കിടക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ആർ ഡിഫൈൻഡ് ആസ് എ വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്? Laboratory diagnosis, treatment or immunization of human beings or animal, then research activities pertaining to treatment, then production of biologics. ഏതാണ്? അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വരുന്നത് ഓൾ ഓഫ് ദീസ് എബവ് ആണ്. ഇതിൽ ഏതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആവുമ്പോഴാണ് ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ആവുന്നത്? ഇതിൽ ഏത് ഓപ്ഷനാണ് വരാ? യെസ്, ഡി ആണ് അല്ലെ. എല്ലാം വരും ഇതിലിപ്പോ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽസ്, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ബാക്കി ലബോറട്ടറി ഡയഗ്നോസിസ്, അങ്ങനെ എല്ലാം വരും. യെസ്, എല്ലാവരും ഡി തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ ഡി ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് ആർ എക്സ്പ്ലിസിറ്റി ഡിഫൈൻ ദ വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എന്തൊക്കെയാണ്? ലബോറട്ടറി ഡയഗ്നോസിസ്, അതുപോലെ ട്രീറ്റ്മെന്റ് ഓർ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർ എനിമൽ, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. പെർട്ടൈനിങ് thereto they are production of biologicals. ഓക്കെ, അപ്പൊ ഇതെല്ലാം വരും. ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. Then next ക്വസ്റ്റ്യൻ നോക്കാം. What is the estimated quantity? എത്രയാണ് estimated quantity of total solid waste generated in hospitals varying per bed? Approximately 250 gram per bed, then half to 2 kg per bed, then 484 TPD ton per day, then option D 80% of total waste. എത്രയാണ് വരുക? എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി എത്ര വരും? എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി യെസ് ബി ആണ് അല്ലെ. ഓക്കെ, അനിത, രമ്യ, അനുപ്രിയ, ദർശന, ഓക്കെ അല്ല യെസ് ബി ആണ് അല്ലെ. ഹാഫ് ടു 2 kg per bed ആണ്. ക്വാണ്ടിറ്റി ഓഫ് സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ എത്രയാണ്? നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു ഹാഫ് ടു 2 kg per bed ആണ്. Then next ക്വസ്റ്റ്യൻ നോക്കാം. What proportion of the total waste generated in hospital in developing countries is typically categorized as general, അതായത് നോൺ ഹസാഡസ് ആണ് പറയുന്നത്. സോളിഡ് വേസ്റ്റ് എത്ര പെർസെന്റേജ് വരും? 5% ആണോ, അതോ 10%, അതോ 80 ആണോ, അതോ 20 ആണോ? എത്രയാണ് വരെ ടോട്ടൽ വേസ്റ്റ് ജനറേറ്റഡ്? അതിൽ നോൺ ഹസാഡസ് ജനറൽ ആയിട്ടുള്ളത് എത്ര വരുക? എത്ര വരും? ഓപ്ഷൻ സി ആണ്, 80% ആണ്. ജനറൽ അതായത് നോൺ ഹസാഡസ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് അക്കൗണ്ട്സ് ഫോർ 80% ആണ് ടോട്ടൽ വേസ്റ്റിന്റെ. ഓക്കെ, ടോട്ടൽ ആയിട്ട് ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ മേ ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്ത് യൂഷ്വൽ ഡൊമസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. നമ്മുടെ നോർമൽ ഡൊമസ്റ്റിക് വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുമല്ലോ ഡൊമസ്റ്റിക് വേസ്റ്റ്, അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന പോലെ തന്നെ സെയിം ഇത് ഡിസ്പോസ് ചെയ്യാം നോൺ ഹസാഡസ് ആയതുകൊണ്ട്. Then next ക്വസ്റ്റ്യൻ നോക്കാം. Approximately how much biomedical waste accounts for total waste generated per bed per day? 250 gram, 2 kg, 10% and 80%. എത്രയാണ് ടോട്ടൽ വേസ്റ്റ് ജനറേറ്റഡ് പെർ ബെഡ് പെർ ഡേ? എത്രയാണ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? ഒന്ന് കമന്റ് ചെയ്യാവോ? 250 gram ആണോ, 2 kg ആണോ, അതോ 10% ആണോ, അതോ 80% ആണോ വരിക? യെസ്, 250 gram ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അനിത, ഓക്കെ വെരി ഗുഡ്.
Darshana, yes. Biomedical waste accounts for minor proportion of the total waste generated in hospital, estimated at 250 gram per bed per day ആണ് വരിക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത്. Then next question നോക്കാം. Biomedical waste include which two major hazardous category and their corresponding to approximate proportion? General waste 80%, then infectious ആയിട്ടുള്ള waste 20%, then infectious waste 10%, chemical അല്ലെങ്കിൽ radioactive waste ഉണ്ടല്ലോ അത് 5%, then option C പറയുന്നത് sharp 10% and cytotoxic waste 5%, then last option D general waste 95% and then cytotoxic waste 5%. എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു MCQ നേരത്തെ കണ്ടു അല്ലെ? ഏതാണ് ആൻസർ വരിക? ഇൻഫെക്ഷ്യസ് വേസ്റ്റ് 10% ആണ്, കെമിക്കൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നത് 5% ആണ്. ഓക്കെ, then next നോക്കാം. which component of hospital waste specifically noted producing maximum hazard? ഏതാണ് മാക്സിമം ഹസാർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹസാർഡസ് ഫ്രം കെമിക്കൽ വേസ്റ്റ് ആണോ, സൈറ്റോടോക്സിക് വേസ്റ്റ് ആണോ, ദെൻ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണോ? ഏതാണ് കുറച്ചുകൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ജനറേറ്റ് ആവുന്നതിൽ കുറച്ചുകൂടെ മാക്സിമം ഹസാർഡസ് ആയിട്ടുള്ളത്? ഏതാണ്? കെമിക്കൽ ആണോ, സൈറ്റോടോക്സിക് ആണോ, ഇൻഫെക്ഷ്യസ് ആണോ, അതോ റേഡിയോ ആക്റ്റീവ് ആണോ? ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണ് അല്ലെ. ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് is the component of hospital waste that produce maximum hazard. Infectious waste ആണ് maximum hazard. Okay, then inappropriate and inefficient disposal of biomedical waste can lead to which of the following health and environment consequences? നമ്മൾ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് ഹെൽത്ത് അല്ലെങ്കിൽ എൻവിറോൺമെന്റ് കോൺസിക്വൻസസ് എന്താണെന്ന് നോക്കാം. ഇൻഫെക്ഷ്യസ് ഹസാർഡ്, മാലിഗ്നൻസീസ് ആൻഡ് മാൽഫോർമേഷൻസ്, ദെൻ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, എയർ ആവട്ടെ, ലാൻഡ് ആവട്ടെ, വാട്ടർ ആവട്ടെ, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് എബവ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിൽ എന്ത് സംഭവിക്കും? യെസ്, ഇതിലെല്ലാം സംഭവിക്കും അല്ലെ. നമുക്ക് നോർമൽ ആയിട്ട് അറിയുന്ന കാര്യമാണ് ഈ മാലിഗ്നൻസീസ്, അതുപോലെ മാൽഫോർമേഷൻസ്, എൻവിറോൺമെന്റ് എയർ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, നമുക്ക് മൊത്തത്തിലൊരു പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ്, ത്രൂ വിച്ച് റൂട്ട് മേ പാത്തോജൻ ഇൻ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഇൻഫെക്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്? HCW, ഇൻജക്ഷൻ, ഇൻഹേലേഷൻ, ദെൻ ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആൻഡ് ഓൾ ഓഫ് ദിസ് എബോവ്. ഏതൊക്കെ റൂട്ടാണ് പാത്തോജൻ നമ്മൾ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇൻഫെക്ട് ചെയ്യാൻ ഏതൊക്കെയാണ് വഴിയാണ് സാധ്യതയുള്ളത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ്, ഓൾ ഓഫ് ദിസ് എബോവ് ആണ് അല്ലെ. നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല, എല്ലാം വഴി. ഇൻജക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഹേലേഷൻ നമ്മൾ ശ്വസിക്കുന്ന വഴിയാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്ട് ആവാം അല്ലെ. എങ്ങനെ വേണമെങ്കിലും ഹെൽത്ത് വർക്കേഴ്സിന് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. Then hazardous from infectious sharp primarily lead to transmission of which specific group of virus? Respiratory virus, gastrointestinal virus, blood-borne virus like hepatitis B, C, HIV ഒക്കെ ആവും. Then skin infection virus. നമ്മൾ ഹസാർഡസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഷാർപ്പ് ഏത് തരത്തിലുള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വൈറസ് ട്രാൻസ്മിഷനിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, കിച്ചു, ഓക്കെ, പ്രിയ, എല്ലാരും സി ആണ് അല്ലെ. ചിന്നു, രമ്യ, ഓക്കെ, എല്ലാവർക്കും ഉറപ്പാണ് അല്ലെ. സി ആണ്. ബ്ലഡ് ബോൺ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV ഒക്കെ നമുക്കറിയാം. നമുക്ക് ഈ വഴിയും ഈ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാത്ത നീഡിലൊക്കെ യൂസ് ചെയ്യുന്നത് വഴി HIV ഒക്കെ ട്രാൻസ്മിറ്റ് ആവും നമുക്കറിയാം. ഓക്കെ, then next നോക്കാം. മോസ്റ്റ് കെമിക്കൽ വേസ്റ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഹാവിംഗ് വിച്ച് ക്യാരക്ടറിസ്റ്റിക്? മോസ്റ്റ് കെമിക്കൽ വേസ്റ്റ് ജിനോടോക്സിക് ആൻഡ് മ്യൂട്ടജനിക് ആണോ, അല്ലെങ്കിൽ ടോക്സിക്, കൊറോസീവ്, എക്സ്പ്ലോസീവ് ആൻഡ് ഫ്ലെയിമബിൾ ആണോ, അല്ലെങ്കിൽ ഓൺലി ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, ദെൻ കണ്ടാമിനേറ്റഡ് ഡ്രഗ്സ് ആൻഡ് വാക്സിൻസ്? മോസ്റ്റ് ഓഫ് കെമിക്കൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വരുന്നത്? നമ്മൾ കെമിക്കൽസിന്റെ ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കിച്ചു, രമ്യ, ചിപ്പി, ഓക്കെ, ചിന്നു, ഓക്കെ, ബി, എല്ലാരും ബി തന്നെയാണ് പറഞ്ഞത് അല്ലെ. മോസ്റ്റ് കെമിക്കൽ ആർ ടോക്സിക്, കൊറോസീവ്, എക്സ്പ്ലോസീവ് ആൻഡ് ഫ്ലെയിമബിൾ. അതുപോലെ തന്നെ ഈ ടോക്സിക്, കൊറോസീവ്, എക്സ്പ്ലോസീവിനൊക്കെ ഒരു ഹസാർഡ് സിംബൽസ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹസാർഡ് സിംബൽസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കെമിക്കൽ വേസ്റ്റ് ഇൻക്ലൂഡ് ലബോറട്ടറി റിയേജന്റ്, ഡിസിൻഫെക്ടന്റ് ആൻഡ് വേസ്റ്റ് വിത്ത് ഹൈ കണ്ടന്റ് ഹെവി മെറ്റൽ, ഫോർ എക്സാമ്പിൾ മെർക്കുറി. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഫ്രം ബ്രോക്കൺ തെർമോമീറ്റേഴ്സ് എന്നൊക്കെ.
Then next question നോക്കാം. Which hazardous component of waste include expired, unused and contaminated drugs, vaccines and sera? ഇത് ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റിലാണ്? ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും വാക്സിൻസും അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ വരുന്നത് സൈറ്റോടോക്സിക് വേസ്റ്റ് ആണോ, അതോ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണോ, അതോ കെമിക്കൽ വേസ്റ്റ് ആണോ? ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ്? ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അല്ലെ. നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സ്, വാക്സിൻസ്, സെറം ഒക്കെ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിലാണ് വരിക. ഓക്കെ. ദെൻ സൈറ്റോടോക്സിക് ഡ്രഗ്സ് used in cancer treatment are extremely hazardous to human health and the environment owing to its properties: explosive and corrosive property, then radioactivity and high metal content, then mutagenic and tetragenic or carcinogenic property, then high volume and low biodegradability. ഏതാണ്? സൈറ്റോടോക്സിക് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്. പക്ഷെ അത് ഹ്യൂമൻസിന് എക്സ്ട്രീംലി ഹസാഡസ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാ? സൈറ്റോടോക്സിക് ഡ്രഗ്സ് അത് മ്യൂട്ടാജനിക് ആണ്, ടെട്രോജനിക് ആണ്, അതുപോലെ കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ക്യാൻസർ, ഓക്കെ, കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹ്യൂമൻ ഹെൽത്തിന് ഹസാഡസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇൻ typically produced as a result of procedures performed by which hospital department? Radioactive waste ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് റിസൾട്ടിന്റെ പ്രകാരമാണ് നമ്മൾക്ക് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നത്? ഓൺകോളജി ആൻഡ് പാത്തോളജി, ദെൻ റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ദെൻ മൈക്രോബയോളജി ആൻഡ് എമർജൻസി, ഫാർമസി ആൻഡ് സ്റ്റോർ റൂംസ്. ഏതാണ്? ഇത് സിമ്പിൾ ആണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇൻക്ലൂഡ് മെറ്റീരിയൽ കണ്ടാമിനേറ്റഡ് വിത്ത് റേഡിയോ ന്യൂക്ലിയേറ്റ്സ്, ദെൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൊസീജിയർ പെർഫോംഡ് ബൈ റേഡിയോളജി ആൻഡ് അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ. വാട്ട് ഈസ് കൺസിഡർഡ് ദ മോസ്റ്റ് പ്രിഫറബിൾ അപ്രോച്ച് ഇൻ ദ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കി? ഏത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കിയിൽ മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള അപ്രോച്ച് ട്രീറ്റ്മെന്റ് ആണോ, ഡിസ്പോസൽ ആണോ, അല്ലെങ്കിൽ പ്രിവെന്റ് ആൻഡ് റിഡ്യൂസ് ആണോ, അതോ റീയൂസ് ആൻഡ് റീസൈക്കിൾ ആണോ? ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കിയിൽ മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ്? ഒന്നെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. ഏതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള അപ്രോച്ച്? ഏതാണ് ഇതില്? യെസ്, സി ആണ് അല്ലെ. ഓക്കെ, കിച്ചു, ഓക്കെ, അനുപ്രിയ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പ്രിവെന്റ് ആൻഡ് റിഡ്യൂസ് അല്ലേ, അതല്ല നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിൽ നമുക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ ആവുന്നത്. ദ മോസ്റ്റ് പ്രിഫറബിൾ അപ്രോച്ച്, നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് റിഡ്യൂസ് ചെയ്യാം. മാക്സിമം നമ്മൾ വേസ്റ്റ് കുറയ്ക്കാനല്ലേ നോക്കട്ടെ. ദ പ്രിവെന്റ് ഓർ റിഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് വേസ്റ്റ് ആസ് ഫാർ ആസ് പോസിബിൾ. Okay, next. The waste management hierarchy is primarily based on the concept 3Rs. What do the 3Rs stands for? Risk, remove and resolve, reduce, recycle and recover, reuse, repair and report, then restore, reduce and report. ഏതാണ് 3Rs? ഈ based on നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കിയിൽ പ്രൈമറി ഒരു കോൺസെപ്റ്റ് 3Rs കോൺസെപ്റ്റിന്റെ ബേസിലാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് 3Rs? റിസ്ക് ആണോ, റിമൂവ് ആൻഡ് റിസോൾവ് ആണോ, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക, റീഡ്യൂസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഏതാണ് വരുക? വേസ്റ്റ് മാനേജ്മെന്റിൽ ഇതിലേത് വരും? യെസ്, റിഡ്യൂസ് ചെയ്യുക, അതിനെ റീസൈക്കിൾ ചെയ്യുക, റിക്കവർ ചെയ്യുക. അതാണ് 3Rs. ഓക്കെ, വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കിയിലെ പ്രൈമറി മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് 3Rs. ഓക്കെ ഓക്കെ, പ്രിയ, നാജിയ, ഹിർഷാന, ഓക്കെ ഓക്കെ ഓക്കെ, ഹിബ, എല്ലാവരും ബി തന്നെയാണ്, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലെ. വിച്ച് ഓപ്ഷൻ ഇൻ ദ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലീസ്റ്റ് പ്രിഫറബിൾ എമംഗ് ഓൾ സ്ട്രാറ്റജി? ലീസ്റ്റ് പ്രിഫറബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ മോസ്റ്റ് പ്രിഫറബിൾ ആയിരുന്നു, ഇവിടെ ലീസ്റ്റ് പ്രിഫറബിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ട്രീറ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഇൻസലറേഷൻ, ദെൻ ഓപ്ഷൻ ബി റിക്കവറി, ദെൻ ഓപ്ഷൻ സി റീയൂസ് ആൻഡ് റീസൈക്കിൾ, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഡിസ്പോസൽ, ലാൻഡ് ഫിൽ ഓർ ഡം യാർഡ്. ഏതായിരിക്കും ലീസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത്? ഇതിൽ ഏതായിരിക്കും ലീസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത്? ഒട്ടും നമ്മൾ പ്രിഫറബിൾ അല്ലാത്തത് ഏതാണ്? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓക്കെ, ദർശന, കിച്ചു, അനുപ്രിയ, ഓക്കെ, യെസ്, ഡി ആണ്.
ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഡി ആണ് അല്ലേ ആൻസർ. ഡിസ്പോസൽ ഇൻ എ ലാൻഡ് ഫിൽ ഓർ ഡം യാർഡ് ഈസ് എ ലീസ്റ്റ് പ്രിഫറബിൾ ഓപ്ഷൻ എമംഗ് ഓൾ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. അതാണ് ലീസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഹയറാർക്കിയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വേസ്റ്റ് റിക്കവറി ആസ് ഡിഫൈൻഡ് ഇൻ ദ ഹയറാർക്കി refers to which process? Converting waste to fuel for generating electricity, then incineration of waste at high temperature, then composting of organic waste matter to produce a compost or soil conditioner, then subjecting waste to chemical disinfection. ഏതാണ് വേസ്റ്റ് റിക്കവറിയില് ഏത് പ്രോസസ് ആണ് ഇതില് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഡിഫൈൻ ഇൻ ദ ഹൈറാർക്കി റിഫേഴ്സ് ടു വിച്ച് പ്രോസസ്. ഇതിൽ ഏത് പ്രോസസ് ആണ്? നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓപ്ഷൻ സി, കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് ഓഫ് ഓർഗാനിക് വേസ്റ്റ് മാറ്റർ ടു പ്രൊഡ്യൂസ് എ കമ്പോസ്റ്റ്. അതുപോലെ തന്നെ സോയിൽ കണ്ടീഷണർ അല്ലെ. വേസ്റ്റ് റിക്കവറി ഈസ് ദ ടേം യൂസ്ഡ് ഫോർ കമ്പോസ്റ്റിംഗ് ഓഫ് ഓർഗാനിക് മാറ്റർ. അത് കമ്പോസ്റ്റും അതുപോലെ തന്നെ സോയിൽ കണ്ടീഷണർ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ക്യാൻ ബി യൂസ്ഡ് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിലൊക്കെ യൂസ് ചെയ്യും അല്ലെ. ബാക്കി അതർ ടൈപ്പ് ഈ എനർജി റിക്കവറി ഇൻവോൾവ്, അതുപോലെ കൺവേർട്ടിംഗ് വേസ്റ്റ് ടു ഫ്യൂവൽ, ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. Then next നോക്കാം. In which year did the Ministry of Environment and Forest MOEF initially formulate the biomedical waste rule that classified waste in 10 category ആയിട്ടാണ് ഫസ്റ്റ്? അത് ഏത് ഇയറിലാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഫസ്റ്റ് വന്നത്? ഏത് ഇയർ ആണ്? ഫസ്റ്റ് 10 കാറ്റഗറീസ് ആണ് ഉണ്ടായത്. യെസ്, 1998 മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഫോർമുലേറ്റ് ദ ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ. ഫസ്റ്റ് ഏറ്റവും ആദ്യം 10 കാറ്റഗറീസ് ആണ് 1998. ഇയർ ഒന്ന് ഓർത്തിരിക്കുക. Then how many categories biomedical waste are specified in new biomedical waste guideline published in 2016? അപ്പൊ നേരത്തെ പറഞ്ഞത് 10 കാറ്റഗറി ഉണ്ടായിരുന്നു 1998. അതിനുശേഷം ഈ 2016 പബ്ലിഷ് ചെയ്തതിൽ എത്ര കാറ്റഗറി ഉണ്ടായിരുന്നത്? 10 ആണോ, 6 ആണോ, അതോ 4 ആണോ, 5 ആണോ? എത്ര കാറ്റഗറിയാ? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം 4 കാറ്റഗറിയാണ്. ഏതൊക്കെയായിരുന്നു കളറുകൾ? 4 കളറുകൾ ഏതൊക്കെയായിരുന്നു? 4 കളറുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. 2016 പബ്ലിഷ് ചെയ്തത്, അതും ശരിയാണ്. ഏറ്റവും ആദ്യം വന്നത് 1998. അപ്പൊ 4 കാറ്റഗറി, ആദ്യം വന്നത് 10 കാറ്റഗറി ആയിരുന്നു. പിന്നെ ഇപ്പൊ നമുക്ക് 2016 വന്നതിൽ 4 കാറ്റഗറിയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ. യെസ്, ഏതൊക്കെയായിരുന്നു വേസ്റ്റ്? ആ 4 കളറുകൾ ഏതൊക്കെയായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റില്? യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത്. യെല്ലോയിലുള്ളതും ബ്ലൂവിലുള്ളതും വൈറ്റിലുള്ളതും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് വാസ് ദ primary issue created by categorization system established under the 1998 biomedical waste rule? The categories were too few to cover all type of waste. There was a considerable overlapping between categories and creating ambiguity and confusion, and the rule mandated only 2 color-coded container, leading to mixing. The rule did not include cytotoxic or pharmaceutic waste. പ്രൈമറി ഇഷ്യൂ ഏതായിരിക്കും പ്രൈമറി ഇഷ്യൂ? നമ്മൾ 1998 10 കാറ്റഗറി ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരിക്കും അപ്പോ? ഈ ആംബിഗ്യൂറ്റി ഒരു ക്ലാരിറ്റി കുറവ് അങ്ങനെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലെ. ഈ 10 കാറ്റഗറി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഓവർലാപ്പിംഗ്, ഈ ഒരു കാറ്റഗറി 2 കാറ്റഗറി 10 കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ ഒരു ഓവർലാപ്പിംഗ് വരാം, ഒരു കൺഫ്യൂഷൻ വരാം. നമുക്ക് ഇപ്പൊ ഇതിലാണോ, ഈ ബാസ്ക്കറ്റിലാണോ, അല്ലെങ്കിൽ ഈ കളർ ബാഗിലാണോ? അപ്പൊ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യത. അതാണ് ഫസ്റ്റ് ഒരു ഇഷ്യൂ 1998 ബയോമെഡിക്കൽ വേസ്റ്റ്. അതാണ് ഫസ്റ്റ് വന്ന റൂള്. അത് പ്രകാരം 10 കാറ്റഗറിയാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓവർലാപ്പിങ്ങും അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ what is the first and most crucial step in biomedical waste management? ഏതാണ്? ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണോ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ടു CBM കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് ആണ്? ദെൻ വേസ്റ്റ് സെഗ്രിഗേഷൻ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓഫ് സെപ്പറേഷൻ. ദെൻ പ്രീ ട്രീറ്റ്മെന്റ് ഓഫ് ലിക്വിഡ് വേസ്റ്റ് ആണോ? ഇതിൽ ഏതാണ് കുറച്ച് ക്രൂഷ്യൽ സ്റ്റെപ്പ്, ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഏതാണ്? The common biomedical waste management treatment and
ഡിസ്പോസൽ ഫെസിലിറ്റി ആണ് ഈ CBMWTF കേട്ടോ. ഏതാണ് കുറച്ച് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ് അല്ലെ, ആ പോയിന്റ് ഓഫ് ജനറേഷൻ. അതാണ് the management of biomedical waste summarized into 6 steps. The first of is waste segregation. First point of generation in color coded container. Segregation is noted as the most crucial step. അപ്പോൾ segregation അവിടെയാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നാജിയ, ദർശന, ഓക്കെ എല്ലാവരും, ഹിർഷാന, ഓക്കെ എല്ലാവരും സി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ 2016, which color coded bag is designated for infectious non-plastic waste? Red bag, yellow bag, blue container, white container. ഏത് ബാഗിലാണ് non-plastic waste? non-plastic waste ഏതിലാണ്? യെസ്, യെല്ലോയിലാണ്. യെല്ലോ ബാഗിൽ ഏതൊക്കെ വരും? വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് യെല്ലോ ബാഗില്? യെല്ലോ ബാഗിൽ വരുന്ന, യെല്ലോ ബാഗ് കാറ്റഗറിയിൽ വരുന്ന ഏതൊക്കെ വേസ്റ്റുകളാണല്ലേ യെല്ലോ ബാഗിൽ വരുന്ന? ഒന്ന് കമന്റ് ചെയ്യാവോ എല്ലാവരും? യെല്ലോ ബാഗിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഒന്ന് കമന്റ് ചെയ്യാവോ? യെല്ലോ ബാഗിലാണ് നോൺ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ വരുക, ശരിയാണ്. ഒന്ന് കമന്റ് ചെയ്യാവോ? യെല്ലോ ബാഗിൽ എന്തൊക്കെ വരും? യെസ്, എക്സ്പയർഡ് മെഡിസിൻസ് അല്ലെ, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, പ്ലാസന്റ അങ്ങനെയൊക്കെ ഉള്ളത് വരും അല്ലെ. സോയിൽഡ് വേസ്റ്റ് ഒക്കെ വരും, അനാറ്റമിക്കൽ വേസ്റ്റ് ഒക്കെ വരുന്നത്, എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻ, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ വരുന്നത് യെല്ലോ ബാഗിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കളർ കോഡഡ് കണ്ടെയ്നർ ഈസ് യൂസ്ഡ് ഫോർ ദ സെഗ്രിഗേഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് പ്ലാസ്റ്റിക് വേസ്റ്റ്? യെല്ലോ ബാഗ്, റെഡ് ബാഗ്, ദെൻ വൈറ്റ് കണ്ടെയ്നർ, ബ്ലൂ കണ്ടെയ്നർ. ഏത് കളർ ബാഗിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് വരിക? ഏത് കളർ ബാഗിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് വരിക? യെസ്, റെഡ് കളറിലാണ് അല്ലെ. റെഡ് കളർ ബാഗിലാണ് നമ്മൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്, സിറിഞ്ചിന് നീഡിലില്ല, ആ ഒരു ബോഡി മാത്രം, പിന്നെ കാത്തറ്റേഴ്സ്, ട്യൂബ്സ് ഒക്കെ വരുന്നത് ഈ റെഡ് ബാഗിലാണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. The white or translucent sharp container, a puncture-proof box, is specifically designated for the segregation of which category of waste? Broken glass item, metal implant, infectious non-plastic waste, then metal sharp. Blue color, white color ആയിട്ടുള്ള puncture-proof box. ഇതിൽ ഏതിലാണ്? യെസ്, മെറ്റൽ ഷാർപ്പിലാണ് അല്ലെ. വൈറ്റ് ഓർ ട്രാൻസ്ലേഷൻ ഷാർപ്പ് കണ്ടെയ്നർ, പങ്ക്ചർ പ്രൂഫ് ബോക്സിലാണ് നമ്മൾ ഷാർപ്പ്, നീഡിൽസ്, ബ്ലേഡ് ഒക്കെ വരുന്നത് ഈ വൈറ്റിലാണ്. The blue container puncture proof box is designated for which two type of waste? Infectious non-plastic waste and plastic tubing, metal sharp and contaminated drugs, then broken glass items and metal implant, then anatomical waste and soiled waste. ഏതാണ്? ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ. ബ്ലൂ കണ്ടെയ്നർ. അപ്പൊ ഓൾറെഡി നമ്മൾ യെല്ലോ കളർ ബാഗ് പറഞ്ഞു, റെഡ് കളർ ബാഗ് പറഞ്ഞു അല്ലെ, വൈറ്റ് പറഞ്ഞു, ഇനിയിപ്പോ ലാസ്റ്റ് ഉള്ളത് ബ്ലൂ കളർ ആണ് അല്ലെ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ, ബ്രോക്കൺ ഗ്ലാസ് ഐറ്റംസ്, അതുപോലെ മെറ്റൽ ഇംപ്ലാന്റ്സ് വെച്ചാൽ നമ്മൾ സർജറിക്കുള്ള ഒരു മെറ്റൽ ഉണ്ടല്ലോ, അതാണ് മെറ്റൽ ഇംപ്ലാന്റ്സ്. അതൊക്കെ വരുന്നത് ഏതിലാണ്? ബ്രോക്കൺ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ വരുന്നത് ബ്ലൂവിലാണ്. ഓക്കെ, വാട്ട് സീരിയസ് കോൺസിക്വൻസ് can result if plastic items are wrongly segregated into yellow bag and subjected to incineration? എന്ത് സംഭവിക്കും? ഈ കറക്റ്റ് ആയിട്ട് സെഗ്രിഗേറ്റ്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഈ സെഗ്രിഗേഷൻ ആണ് അല്ലെ. അപ്പൊ അതില് നമ്മൾ യെല്ലോ ബാഗിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇൻസിനറേഷൻ ആണ് ചെയ്യുക. അപ്പൊ അതില് തെറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് വന്നു, അപ്പൊ ഇൻസിനറേഷൻ ചെയ്തു. എന്ത് സംഭവിക്കും? നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി, ദെൻ പ്രൊഡക്ഷൻ ഓഫ് കാർസിനോജനിക് ഫ്യൂറൻസ്, ദെൻ ഫിസിക്കൽ ഇഞ്ചുറി ഫ്രം എക്സ്പ്ലോഷൻസ്. എന്ത് സംഭവിക്കാം? പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്, ഇൻസിനറേഷൻ ചെയ്തു, അബദ്ധവശാൽ യെല്ലോ ബാഗിൽ പോയിട്ടു. യെസ്, പ്രൊഡക്ഷൻ ഓഫ് കാർസിനോജനിക് ഫ്യൂറൻസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, കിച്ചു, ഹിർഷാന, ചിപ്പി, യെസ്, നാജിയ, നവ്യ, ഓക്കെ എല്ലാവരും സി ആണ്. ചിന്നു, എല്ലാവരും ഉറപ്പാണ് അല്ലെ, സി ആണ്. ഇഫ് പ്ലാസ്റ്റിക് ഐറ്റംസ് ആർ റോങ്ലി സെഗ്രിഗേറ്റഡ് ഇൻ ടു യെല്ലോ ബാഗ് ദ സബ്ജക്ട് ടു ഇൻസിനറേഷൻ, ഇറ്റ് ലീഡ് ടു സംഭവിക്കും കാർസിനോജനിക് ആയിട്ടുള്ള ഫ്യൂറൻസ് പ്രൊഡക്ഷൻ സംഭവിക്കും അല്ലെ, അത് റിലീസ് ചെയ്യും. ഓക്കെ, ഹിബ, എല്ലാവരും സി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടു പ്രിവെന്റ് റീയൂസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് ടു ഹെൽപ്പ് reduce waste volume, which mechanical process is employed to de-sharp or cut waste into smaller pieces?
ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, ഷ്രെഡിംഗ്, ദെൻ ഹൈഡ്രോക്ലേവിംഗ്. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അതൊരു റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ പ്രോസസ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ വേസ്റ്റിനെ കട്ട് ചെയ്ത് കുഞ്ഞു സ്മോൾ ആക്കുന്നു. അതിന് ഇൻസിനറേഷൻ ആണോ പറയാ, ഓട്ടോക്ലേവ് എന്നാണോ പറയാ, ഹൈഡ്രോക്ലേവിംഗ് ആണോ, ഷ്രെഡിംഗ് ആണോ? എന്താണ്? ഷ്രെഡിംഗ് ആണ് അല്ലെ. ബാക്കിയെല്ലാം നമുക്കറിയാം. ഇൻസിനറേഷൻ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, നമ്മൾ കത്തിച്ച് ആഷ് ആക്കാന്നാണ് അല്ലെ. ഓട്ടോക്ലേവിംഗ് നമുക്കറിയാം. അപ്പൊ ഷ്രെഡിംഗ് ആണ് നമ്മുടെ ആൻസർ വരിക. ഷ്രെഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വേസ്റ്റ് ആർ ഡീഷേപ്ഡ് ഓർ എന്ത് ചെയ്യും, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യും, അതിനെ അൺറെക്കഗ്നൈസബിൾ ആക്കും. എന്നിട്ട് പ്രിവെൻഷൻ ഓഫ് റീയൂസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ഓൾസോ ഹെൽപ്പ് ടു ഈ വേസ്റ്റിന്റെ വോളിയം റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു എൻഷുവർ സെക്യൂർമെന്റ് നമ്മൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ദെൻ ഓൾ ബാഗ് യൂസ്ഡ് ഫോർ വേസ്റ്റ് കളക്ഷൻ മസ്റ്റ് ബി സീൽഡ് വൺസ് ദേ ആർ ഫിൽ ടു വാട്ട് കപ്പാസിറ്റി. എത്ര വരെ നിറയ്ക്കാം? ഹാഫ് ഓഫ് ദ കപ്പാസിറ്റി ആണോ, അല്ലെങ്കിൽ 3/4 ദർ കപ്പാസിറ്റി ആണോ, അല്ലെങ്കിൽ ഫുൾ നിറയ്ക്കാം അങ്ങനെയാണോ, അല്ലെങ്കിൽ 1/4 ഓഫ് ദ കപ്പാസിറ്റി? എന്താണ്, എത്ര നമുക്ക് നിറയ്ക്കാം? നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിനൊക്കെ കുറെ പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എത്ര നിറയ്ക്കാം? നമ്മളൊരു ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര മാത്രം നിറയ്ക്കാം? ഒരു സെക്യൂർ, നമുക്ക് പ്രോപ്പർ ആയിട്ട് വേറെ ഡിസീസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാതെ ബാക്കി ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാത്ത രീതിക്കൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒരു 3/4 ആയിട്ട് നിറയ്ക്കാം. 3/4 ആണ് അതിന്റെ കപ്പാസിറ്റി വരിക. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എല്ലാവരും ബി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദ ഓൾ ബാഗ് യൂസ്ഡ് ഫോർ വേസ്റ്റ് കളക്ഷൻ നീഡ് ടു എത്രയാണ്? Once they are filled with 3/4 their capacity. Then next നോക്കാം. What is the required thickness of plastic bag used as a biomedical waste receptacles? എത്രയാണ്? എത്ര വരെ thickness ആവാം? 100 μm, then 250 μm, then 500 μm, then 1 mm. എത്രയാണ് thickness? എത്ര വരും? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാരും, ഒന്ന് കമന്റ് ചെയ്തേ. 250 μm ആണ്. The plastic bag must be labeled with biohazard logos and should be non-inflammable, autoclave, stable and non-chlorinated with thickness 250 μm. Okay, 250 μm ആണ് വരുന്നത്. Then next, the waste should be transported from generation site to the central biomedical waste storage facility of the hospital within what maximum time frame? എത്ര മണിക്കൂറിനുള്ളിൽ? ഇപ്പൊ നമ്മള് സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു മാക്സിമം ടൈം ഫ്രെയിം എത്രയാണ്? വിത്തിൻ 48 hours, വിത്തിൻ 7 days, then within 24 hours, then weekly. ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ ജനറേഷൻ സൈറ്റ് ടു സെൻട്രൽ സ്റ്റോറേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ സ്റ്റോറേജ്, ഹോസ്പിറ്റലിന്റെ സെൻട്രൽ സ്റ്റോറേജ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ആ സെൻട്രൽ സ്റ്റോറേജിലോട്ട് എത്തണമല്ലോ. വിത്തിൻ ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 24 hours ആണ്. Okay, the waste should be transported within 24 hours by dedicated trolley to the central biomedical waste storage facility in the hospital. അത് ഈ ഹോസ്പിറ്റലിനുള്ളിലുള്ള ആ സെൻട്രൽ വേസ്റ്റ് സ്റ്റോറേജിൽ വിത്തിൻ 24 hours തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്ത് അതിനുശേഷം അവിടെ നിന്നാണ് ഒരു 48 hours ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. What practice is strongly discouraged regarding the storage of waste in the hospital? Storage in the central storage area, interim storage of the waste at the ward, then transport using dedicated trolley, then storage up to 48 hours. ഏത് പ്രാക്ടീസ് ആണ് ഇതിൽ സ്ട്രോങ്ലി ഡിസ്കറേജ്ഡ്? ഏതാണ്? ഇന്റീരിയം സ്റ്റോറേജ് ഓഫ് ദ വേസ്റ്റ് അറ്റ് ദ വാർഡ് ആണ്. ഓക്കെ, അവിടെ അത് അവര് പ്രൊമോട്ട് ചെയ്തില്ല. നമ്മളത് വേഗം തന്നെ അവിടെ നിന്ന് നമുക്ക് മാറ്റണം അല്ലെ, വാർഡിൽ നിന്നൊക്കെ വേസ്റ്റ് ആ ഒരു ഏരിയ എന്നൊക്കെ. ദെൻ HCW എന്തായിരുന്നു? ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. ഹാൻഡ്ലിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട് ഓർ ഇൻ ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് വെയർ അപ്രോപ്രിയേറ്റ് PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് അറിയാം നമുക്ക്. വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെ ഉണ്ടാവും? ഹെവി ഡ്യൂട്ടി ഗ്ലൗ ആൻഡ് സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് ആൻഡ് ഹെവി ഡ്യൂട്ടി ഗ്ലൗ 3 PLY mask, then gown, then gumboots, then standard uniforms only, then safety goggles and thin surgical gloves. ഏതാണ് ഈ 3-5 എന്ന് പറഞ്ഞാൽ? ഒരു 3 ലെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 ലെയർ ഉള്ള മാസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? യെസ്, ബി ആണ് അല്ലെ.
HCV, healthcare workers handling biomedical waste should wear appropriate personal protective equipment such as heavy duty gloves, 3-5 mask, അതുപോലെ തന്നെ gowns and gumboots ഒക്കെ ഉണ്ട്. Then how quickly must be treatment and or disposal of biomedical waste occur after generation? Within 24 hours, within 48 hours, then within 7 days and within 75 kilometers of the hospital. എത്രയാണ്? ഏതാണ്? Within 48 hours ആണ്. Treatment and or disposal must occur within 48 hours of generation ആണ്. Okay, option B ആണ്. Option B ആണ്. എത്ര സമയം വെക്കാം? Within 48 hours. Okay, within 48 hours. അതിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. The laboratory liquid waste must always be pre-treated using which method before segregation into appropriate container? Laboratory liquid waste നമുക്ക് pre-treat ചെയ്യണം. എന്തിന്? നമ്മൾ സെഗ്രിഗേഷൻ, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, pre-treat ചെയ്യണം. എന്ത് ചെയ്യുക? ലിക്വിഡ് വേസ്റ്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇൻസിനറേഷൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യോ, അല്ലെങ്കിൽ കെമിക്കൽ 1% ഓഫ് ഹൈപ്പോക്ലോറേറ്റ് ഒഴിച്ച് ട്രീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഡീപ് ബറിയൽ ചെയ്യോ, അല്ലെങ്കിൽ ഷെഡിങ് ചെയ്യോ? എന്ത് ചെയ്യും? ലിക്വിഡ് വേസ്റ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ യെസ്, ഓപ്ഷൻ ബി ആണ്. ഓട്ടോക്ലേവ് ഓർ കെമിക്കൽ 1 to 2% ഹൈപ്പോക്ലോറേറ്റ് വെച്ചിട്ട് നമ്മൾ പ്രീ ട്രീറ്റ് ചെയ്യാണ്, നമ്മൾ സെഗ്രിഗേഷന് മുന്നായിട്ട്. ഓക്കെ, അപ്രോപ്രിയേറ്റ് കണ്ടന്റ് അതിന് മുന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. Then incineration is high temperature dry oxidation process ആണ് അല്ലെ, that reduce organic and combustible waste into what type of matter? എന്ത് type of matter ആണ്? Carcinogenic furans, solid plastic material, non-organic incombustible matter, highly corrosive liquid. ഹൈ ടെമ്പറേച്ചർ ആണ്, നമുക്കൊരു 800 to 1200 ആ ഒരു ടെമ്പറേച്ചറിലാണ് ഇൻസിനറേഷൻ ചെയ്യുക അല്ലെ. ഇതൊരു ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഇത് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റൈൽ വേസ്റ്റ് റിഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ടൈപ്പ് ഓഫ് മാറ്ററിലോട്ടാണ് എത്തുക? യെസ്, നോൺ ഓർഗാനിക് ആൻഡ് ഇൻകമ്പസ്റ്റൈൽ മാറ്ററിലോട്ട്. ഓപ്ഷൻ സി ആണ്. ഇൻസിനറേഷൻസ് ഹൈ ടെമ്പറേച്ചർ ആണ്, ഞാൻ പറഞ്ഞ പോലെ 800 to 1200 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. അത് ഓർഗാനിക് മാറ്ററിനെയും കമ്പസ്റ്റൈൽ വേസ്റ്റിനെയും റിഡ്യൂസ് ചെയ്തിട്ട് നോൺ ഓർഗാനിക്കും അതുപോലെ തന്നെ ഇൻകമ്പസ്റ്റൈൽ മാറ്റർ ആയിട്ട് മാറ്റുന്നു. റിസൾട്ടിങ് ഇൻ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഓഫ് വേസ്റ്റ് വോളിയം ആൻഡ് വെയിറ്റ്. അത് കത്തി ചാരമായി പോവാ അങ്ങനെ പറയൂലേ, അതാണ് ഇൻസിനറേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. മെയിനായിട്ട് ഈ യെല്ലോ ബാഗിലുള്ളതാണ് ഇൻസിനറേഷൻ വെക്കുക. നമ്മൾ ഫസ്റ്റ് സെഗ്രിഗേഷൻ കഴിഞ്ഞ് ബാക്കി ലാസ്റ്റ് ആണല്ലോ ഈ ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ ആ ഒരു സെക്ഷനിലോട്ട് എത്തുമ്പോൾ. അപ്പോൾ ഓരോരോ ടൈപ്പ് ഓഫ് കാറ്റഗറിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഓട്ടോക്ലേവ്, റീസൈക്കിൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കാറ്റഗറി ഓഫ് പ്ലാസ്റ്റിക് ഷുഡ് നെവർ ബി ഇൻസിനറേറ്റഡ് അറ്റ് ഇറ്റ് ജനറേറ്റ് കാർസിനോജനിക് ഫ്യൂറൻസ്? HDPE, highly density polyethylene, non-plastic infectious waste, then halogenated plastic such as PVC, then polypropylene. ഏത് കാറ്റഗറിയാണ് ഇൻസിനറേറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്? കാരണം അത് കാർസിനോജനിക് ഫ്യൂറൻസ് ജനറേറ്റ് ചെയ്യും. ഏത് വരും? HDPE, ഹൈ ഡെൻസിറ്റി പോളിത്തിലീൻ ആണോ, അല്ലെങ്കിൽ നോൺ പ്ലാസ്റ്റിക് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഹാലോജിനേറ്റഡ് പ്ലാസ്റ്റിക് സച്ച് as PVC ആണോ, അല്ലെങ്കിൽ പോളിപ്രൊപ്പലിൻ ആണോ? ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, കിച്ചു, ഓക്കെ, പ്രിൻസി, ഓക്കെ, സി ആണ്. അനുപ്രിയ, ഓക്കെ, സി ആണ്, വെരി ഗുഡ്. ഓക്കെ, നവ്യ. അപ്പൊ ഹാലോജനറ്റിക് പ്ലാസ്റ്റിക് സച്ച് as PVC അത് ഇൻസിനറേറ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? കാർസിനോജനിക് ഫ്യൂറൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then next, autoclaving, a thermal process, is mainly used for treatment of which type of waste? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് ഓട്ടോക്ലേവിംഗ് തെർമൽ പ്രോസസ് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ആൻഡ് അനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഡിസ്കാർഡഡ് ആയിട്ടുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ആണോ, അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കും ഷാർപ്പ് വേസ്റ്റും ആണോ, അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ് ആണോ? ഏതിനാണ് നമ്മൾ ഈ ഓട്ടോക്ലേവിംഗ് തെർമൽ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവിംഗ് നമുക്കറിയാം ടെമ്പറേച്ചർ മോസ്റ്റ് ഹീറ്റ് ടൈപ്പ് ആണ് അല്ലെ, 121 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇൻഫെക്ഷസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഷാർപ്പ് വേസ്റ്റ് ആണ് നമ്മൾ ഈ ഓട്ടോക്ലേവിംഗ് ട്രീറ്റ്മെന്റിൽ ചെയ്തത്. ഓക്കെ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ typically using 1 to 2% of hypochlorite is most suitable for which type of waste?
metal implants, solid non-plastic infectious waste, then liquid waste such as discarded blood and body fluid, then anatomical waste. Chemical disinfection 1 to 2% of hypochlorite. അത് ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റിനാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? മെറ്റൽ ഇംപ്ലാന്റ്സിനാണോ, അല്ലെങ്കിൽ സോളിഡ് നോൺ പ്ലാസ്റ്റിക് ഇൻഫെക്ഷസ് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ അനാറ്റമിക്കൽ വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സോ, അല്ലെങ്കിൽ ഡിസ്കാർഡഡ് ബ്ലഡ്, ലിക്വിഡ് വേസ്റ്റ്, ഏതിനാണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലേ, ലിക്വിഡ് വേസ്റ്റ് സച്ച് ആസ് ഡിസ്കാർഡഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഏതിനാണ്? ലിക്വിഡ് വേസ്റ്റ് സച്ച് ആസ് ഡിസ്കാർഡഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആണ്. ഓൾസോ ഫോർ ഹോസ്പിറ്റൽ സീവേജ്. Then, as per Biomedical Waste Management Rule 2016, the final disposal and recycling must be performed at which type of facility? Hospitals on incinerator and municipal dump yard, a common biomedical waste treatment facility. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, common biomedical waste treatment facility and hospital central storage area. ഏതാണ്? 2014 റൂൾ പ്രകാരം ഫൈനൽ ഡിസ്പോസൽ ആൻഡ് റീസൈക്ലിംഗ് പെർഫോംഡ് അറ്റ് വിച്ച്, ഏത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ആണ് ഇതില്? ഏത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ആണ്? യെസ്, ഓപ്ഷൻ സി ആണ്, ദ കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി. ഫൈനൽ ഡിസ്പോസൽ ആൻഡ് റീസൈക്ലിംഗ് മസ്റ്റ് ബി പെർഫോംഡ് CMBWTF എന്നാണ് കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി. Unless there is no CMBWF within 75 kilometers, in which case hospital can create own facility. Okay, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 2014 ഫസ്റ്റ് റൂള് അത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും ആദ്യം വന്നത് ഏത് ഇയർ ആയിരുന്നു? 2016 അതിന്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ളത് പബ്ലിഷ് ചെയ്തല്ലോ. അതിന് മുന്നേ 10 കാറ്റഗറി ഉള്ളത്, അത് ഏത് ഇയർ ആയിരുന്നു? 1998 അല്ലേ. അതിൽ 10 കാറ്റഗറി ആണ് ഉണ്ടായിരുന്നത്. മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അല്ലേ. For deep burial disposal of waste, what is the minimum required distance between the lower level of pit and groundwater level? Deep burial നമ്മൾ ഈ യെല്ലോ ബാഗുകൾ ഇൻസിനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസിനറേഷൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ബറിയൽ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആണ്. അപ്പൊ അതില് നമ്മൾ എത്ര മിനിമം റിക്വയർ ഡിസ്റ്റൻസ് പറയുന്ന ലോവർ ലെവൽ ഓഫ് പിറ്റ് ആൻഡ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 2 meters ആണോ, 50 centimeter ആണോ, 6 meter ആണോ, അല്ലെങ്കിൽ 75 kilometer ആണോ? എത്രയാണ്? യെസ്, ഓപ്ഷൻ സി ആണ്, 6 meter ആണ്. The groundwater level should be minimum of 6 meter below the lower level of deep burial pit. Okay, 6 meter ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്നൊരു 40 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറി ഏതൊക്കെ ബാഗിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് വരിക, അതുപോലെ തന്നെ ആ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റും ഡിസ്പോസലും ഒന്ന് ഓർത്തിരിക്കുക. അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സാമിന് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് എപ്പോഴും എക്സാമിന് നമ്മൾ ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സ്, എക്സ്പെർട്ട് ആയിട്ടുള്ള മെഡിസിൻസ്, വാക്സിൻസ്, അതൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട, പ്ലാസ്റ്റിക് എന്ന് കേട്ടാൽ ഉടനടി റെഡ് ബാഗ് ആണ്. അതുപോലെ തന്നെ ഗ്ലാസ്, മെറ്റൽ ഇംപ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ബ്ലൂ ആണ്. ഷാർപ്പ് നീഡിൽ, ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ ഏത് കളർ ബാഗിലായിരുന്നു? ഷാർപ്പ്, നമ്മൾ നീഡിൽ, അതുപോലെ തന്നെ ബ്ലേഡ്സ്, ഷാർപ്സ് ഒക്കെ അത് ഏത് കളർ ബാഗിലായിരുന്നു? ഏത് കളർ ബാഗിലായിരുന്നു? യെല്ലോ നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമ്മൾ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ്, യെസ്, വൈറ്റ് ആണ് അല്ലേ. പങ്ക്ചർ പ്രൂഫ് വൈറ്റ് കളറിലാണ്, വൈറ്റ് കളർ ബാഗിലാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ബയോമെഡിക്കൽ വേസ്റ്റ് അതുപോലെ ഇയർ 1998, അതുപോലെ റിവൈസ് ചെയ്തത് 2016. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇയേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ടേബിൾ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഈ എഡ്യൂസ് അക്കാദമിയുടെ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ടേബിൾ മാത്രമായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ടൊന്ന് എഴുതി വെക്കുക. നിങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് വെക്കുക. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് അത്ര പിന്നെയും ഈ യെല്ലോ ബാഗിലാണ് കുറച്ചധികം വരുന്നത്. ഈ അനാട്ടമിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ബാഗ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ പിന്നെ ബാക്കി റെഡില് പ്ലാസ്റ്റിക് ആണെന്ന് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബാഗിൽ വരുന്ന വേസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് ഫോക്കസ് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക, ടേബിൾ ആക്കി വെക്കുക, ടേബിൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ,
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ എല്ലാവരും JLA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണെന്ന് അറിയാം. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫിസിക്സ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി +2 പഠിച്ച സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾ സിലബസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെയിം, ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, പുതുതായിട്ട് ഒന്നും തന്നെ പഠിക്കുന്നില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് കൺഫർമേഷൻ ആകുമ്പോഴേക്കും നമുക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ JLA എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് 2022 മുന്നേ എക്സാം വിളിച്ചിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. അപ്പൊ ഡിസംബറോട് കൂടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത Q&A സെക്ഷനായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.